നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഇതിലുണ്ടെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഫംഗ്ഷന്റെ സമ്മിന് ഉള്ള ലിമിറ്റ്സ്, ഡിഫറൻസിനുള്ള ലിമിറ്റ്സ്, കോഷ്യൻസിനുള്ള ലിമിറ്റ്സ്, പ്രോഡക്ട്സിനുള്ള ലിമിറ്റ്സ്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. അത് രണ്ട് ഫംഗ്ഷന്റെ കേസിലുള്ള കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദിസ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ഓൺ ടു എനി ഫൈനലി മെനി കേസസ്. അതായത് നിങ്ങൾക്ക് F1, F2, എക്സെട്ര Fn എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് ക്ലാസ് ഓഫ് n ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. All of them are defined on capital A. C എന്നുള്ളത് ആ ക്യാപിറ്റൽ എക്കകത്തെ ക്ലസ്റ്റർ പോയിന്റ് ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി, Fi എന്നുള്ളതിനെ Li എന്ന് കൊടുക്കും. അതായത് ലിമിറ്റ് where I varies from 1 to 3 etc. F1 ന്റെ ലിമിറ്റ് ആണ് L1, F2 ന്റെ ലിമിറ്റ്സ് ആണ് L2, F3 യുടെ ലിമിറ്റ്സ് ആണ് L3 എക്സെട്ര Fn ന്റെ ലിമിറ്റ്സ് ആണ് Ln. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി F1 പ്ലസ് F2 പ്ലസ് എക്സെട്ര Fn ഈസ് ആക്ച്വലി നമ്മൾ നേരത്തെ പഠിച്ച പോലെ L1 പ്ലസ് L2 പ്ലസ് എക്സെട്ര Ln ആയിരിക്കും. ദാറ്റ് ഈസ് which is limit extends to C F1 plus limit extends to C F2 plus etc. limit extends to C Fn. ഇത് പ്ലസിന് പകരം മൈനസ് വന്നാലും സിമിലർ ആണ്. ഓക്കെ, ഇനി പ്രോഡക്റ്റ് എടുത്താലും സിമിലർ ആണ്, കോഷ്യന്റ് എടുത്താലും സിമിലർ ആണ്. അതായത് ഇതുപോലെ തന്നെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി F1 into F2 into etc. Fn എന്ന് പറഞ്ഞത് എന്തായിരിക്കും? L1 into L2 into L3 into etc. Ln. അല്ലെങ്കിൽ limit extends to C F1 into limit extends to C F2 into etc. limit extends to C Fn. So this is the idea. അതായത് നമുക്ക് രണ്ട് ഫംഗ്ഷന്റെ സം ഓഫ് ദ ലിമിറ്റ്സ് എന്ന് പറയുന്നത് ഈച്ച് ഓഫ് ദ ഫംഗ്ഷന്റെ ലിമിറ്റിന്റെ സം ആണെന്നാണ് നമ്മൾ പഠിച്ചത്. ദാറ്റ് ഈസ് ദ സെയിം കേസ് ഫോർ പ്രോഡക്റ്റ് ആൻഡ് ഡിഫറൻസ് ആൻഡ് കോഷ്യന്റ് ആസ് വെൽ. സോ ഇത് തന്നെ നമുക്ക് ആർബിട്രറി ഫൈനൈറ്റ്ലി മെനി ഫംഗ്ഷൻസിന്റെ കേസിലും ഇതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞത്. ഇതിന്റെ പ്രൂഫ് മറ്റേതിന്റെ കൂട്ട് തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനിയും ഇത് വെച്ച് ഒരു പർട്ടിക്കുലർ കേസ് ആയിട്ട് നമുക്ക് പറയാം. F1ഉം F2 എക്സെട്ര Fn എല്ലാം സെയിം ആണ്. ഓക്കെ, എല്ലാം സെയിം F1 ആണെങ്കിൽ ഇതിന്റെ സം എന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി n ടൈംസ് F ആണ് കിട്ടുന്നത്. ഓക്കെ, ഇതിന്റെ ആൻസർ അല്ല ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി F is equal to L എന്നും എടുക്കും. L1 is equal to L2 is equal to L ആണ്. That is L plus L plus L plus etc. L എന്ന് കിട്ടും, which is n times L. That is n times limit extends to C F എന്ന്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം പ്രോഡക്ട്സ് കൊടുക്കുന്നു. L1-നെല്ലാം L എന്ന് കൊടുക്കുമ്പോൾ F into F into etc. F. So F raised to n എന്ന് കിട്ടും. Limit extends to C F raised to n, F into etc. F n times ഉണ്ട്, which is equal to L into etc. L, which is actually L raised to n. That is L എന്ന് വെച്ചാൽ limit extends to C F the whole raised to n. ഈ റിസൾട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ പ്ലീസ് നോട്ട് ഡൗൺ. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ റിസൾട്ട് വേണം. എന്നിട്ട് F1 is equal to F2 is equal to Fn is equal to F എന്ന് ചൂസ് ചെയ്യണം. So this is the algebra of limits. ഇത് തന്നെ നമുക്ക് എത്ര ഫൈനൈറ്റ്ലി മെനി, ഇൻഫിനിറ്റ്ലി മെനി കേസിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. So this extension is not possible in the case of infinitely many functions.
Okay, അത് പ്രത്യേകം നോട്ട് ഡൗൺ ചെയ്തോണം. ഈ റിസൾട്ട് ഇൻഫിനിറ്റ്ലി മെനി ഫംഗ്ഷൻസ് f1 പ്ലസ് f2 പ്ലസ് എക്സെട്ര f ഇൻഫിനിറ്റ്ലി മെനി ഫംഗ്ഷൻസിന്റെ കേസിൽ അതിന്റെ ലിമിറ്റ് എന്ന് വെച്ചാൽ സം ഓഫ് ദ ലിമിറ്റ്സ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഫൈനലി മെനി കേസിൽ നമുക്ക് ഈസിലി സം ഓഫ് ദ ലിമിറ്റ്സും പ്രോഡക്ട്സ് ഓഫ് ദ ലിമിറ്റും കോഷ്യന്റ് ഓഫ് ദ ലിമിറ്റ്സും ഡിഫറൻസ് ഓഫ് ദ ലിമിറ്റും കൃത്യമായിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഡു യു ഹാവ് എനി ഡൗട്ട്? ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില എക്സസൈസ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ഇതിന്റെ ഇടയ്ക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് x tends to c x square is equal to a square. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം ലിമിറ്റ് x tends to c x is equal to c ആണെന്ന്. ഇത് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, ഈ റിസൾട്ട് വെച്ചിട്ട് ലിമിറ്റ് x tends to c x സ്ക്വയറിനെ നമുക്ക് ലിമിറ്റ് x tends to c x into x എന്ന് എഴുതാം. ഓക്കെ, ഇത് ബൈ ദിസ് പ്രോഡക്റ്റ് രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റിന്റെ ലിമിറ്റ് എന്ന് വെച്ചാൽ ഓരോ ഫംഗ്ഷൻസിന്റെ ലിമിറ്റിന്റെ പ്രോഡക്റ്റ് ആണ്. ലിമിറ്റ് x tends to c x which is equal to, ഇത് c ആണ്, ഇതും c ആണ്, c into c is actually equal to c square. സോ ഇതിങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ക്ലിയർ? ക്ലിയർ ആണോ? Can you respond? Okay. അടുത്തത് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ലിമിറ്റ് x tends to c x raised to n എന്നൊരു പോസിറ്റീവ് ഇന്റീജർ ആണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതുപോലെ തന്നെ ലിമിറ്റ് x tends to c x into x into x into etc x എത്ര ടൈംസ്? n ടൈംസ്. ഓക്കെ, ഇത് മുമ്പത്തെ പ്രോപ്പർട്ടി അനുസരിച്ച് which is limit x tends to c x n times which is c which is actually equal to c raised to. ഇതിങ്ങനെയും പ്രൂവ് ചെയ്യാം. മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ലിമിറ്റ് x tends to c 1/x. ഇവിടെ c തന്നിട്ടുണ്ട്, c ഒരു പോസിറ്റീവ് നമ്പർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആൻസറിലേക്ക് പോവാണ്. ദിസ് ഈസ് ഓഫ് ദ ഫോം f by g അല്ലെ? f of x by g of x എന്നുള്ള ഫോമിലാണ്. x c പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് ആക്സിസിൽ g ഒരിക്കലും 0 അല്ല. ഇവിടെ f എന്ന് വെച്ചാൽ 1 ആണ്, g എന്ന് വെച്ചാൽ x ആണ്. ഇനി g of c നോട്ട് ഈക്വൽ ടു 0 ആണ്. കാരണം g of c എന്നുള്ളത് പോസിറ്റീവ് ആവുമ്പോൾ അത് 0 ആവില്ല. സോ ഇതിന്റെ ലിമിറ്റിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് വി ഷുഡ് ബി ഈക്വൽ ടു ലിമിറ്റ് x tends to c 1 ഡിവൈഡഡ് ബൈ ലിമിറ്റ് x tends to c x. ഓക്കെ, ഇനി ഇവിടെ x ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് അത് തന്നെയാണ്. സോ ന്യൂമറേറ്റർ ഈസ് 1. സോ ഡിനോമിനേറ്റർ ഈസ് limit x tends to c x is actually c. So limit x tends to c 1/x is actually 1/c എന്ന്. ക്ലിയർ? എന്തെങ്കിലും സംശയമുണ്ടോ? സർ ഒന്നുകൂടെ പറയൂ. അതായത് നമുക്ക് മ്യൂട്ട് ചെയ്യരുത്. ലിമിറ്റ് x tends to c 1/x ന്റെ ലിമിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് f by g എന്ന് എഴുതാമല്ലോ. f of x എന്നുള്ളത് 1 എന്ന ഫംഗ്ഷൻ, g of x എന്നുള്ളത് x എന്നുള്ള ഫംഗ്ഷൻ. ഓക്കെ, ലിമിറ്റ് x tends to c f by g യെ ലിമിറ്റ് x tends to c f by ലിമിറ്റ് x tends to c g എന്ന് എഴുതാൻ പറ്റും. എപ്പോ? ഒന്ന് g of x നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, g of c നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇവിടെ നമ്മൾ x ഡിഫൈൻ ചെയ്ത് പോസിറ്റീവ് ആക്സിസിലാണ് അല്ലെ? g of x എന്നുള്ളത് x ആണ്. x പോസിറ്റീവ് ആക്സിസ് ഒരിക്കലും എന്താകത്തില്ല? 0 ആകത്തില്ല. x 0 ആവണേ x is equal to എന്തായിരിക്കണം? 0 ആയിരിക്കണം. 0 പോസിറ്റീവ് ആക്സിസ് ഉള്ള നമ്പർ അല്ല. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ c എന്ത് നമ്പർ ആണ് തന്നിട്ടുണ്ട്? ഒരു പോസിറ്റീവ് നമ്പർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ g of c എന്ന് വെച്ചാൽ ആൻസർ എന്ത് തന്നെ കിട്ടും? c തന്നെ കിട്ടും
അതൊരു പോസിറ്റീവ് നമ്പർ ആണ്, അത് എന്തല്ല 0. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ ഓക്കെ സർ. ഓക്കെ, അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ബൈ ജി എന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി ജി എന്ന് എഴുതാം. That is limit extends to c 1 divided by limit extends to c x. Clear? ഓക്കെ സർ. ഈ 1 ന്റെ ലിമിറ്റ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. x ന്റെ ലിമിറ്റ് എന്താണ്? c ആണ്. That's it. Okay? ഓക്കെ സർ. ഇത് നമുക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതുപോലെ തന്നെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി 1 ബൈ എക്സ് റൈസ് ടു എൻ. ഞാൻ ഇന്ന് പോസിറ്റീവ് നമ്പർ എടുക്കുന്നു. ഇവിടെയും ഇതിനെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ബൈ ജി എന്ന് എഴുതാം. ഇവിടെ സി പോസിറ്റീവ് ആണ് എന്നൂടെ എടുക്കണം. ഓക്കെ, ഇവിടെ എഫ് എന്ന് വെച്ചാൽ 1 ആണ്, ജി എന്ന് വെച്ചാൽ എക്സ് റൈസ് ടു എൻ ആണ്. ഇത് പോസിറ്റീവ് ആണ്. ഇനി സി പോസിറ്റീവ് ആയതുകൊണ്ട് ജി എപ്പോഴും ഇസിക്കൽ ടു എക്സ് റൈസ് ടു എൻ എപ്പോഴും പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി ജി ഓഫ് സി which is equal to c raised to n not equal to 0. So it is not equal to 0. So ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഇതിനെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി ജി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി 1 ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എക്സ് റൈസ് ടു. 1 ന്റെ ലിമിറ്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് തന്നെയാണ്. എക്സ് റൈസ് ടു എന്റെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി ആകുമ്പോൾ ആക്ച്വലി സി റൈസ് ടു എൻ. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി 1 ബൈ എക്സ് റൈസ് ടു എൻ ഈസ് 1 ബൈ സി റൈസ് ടു എൻ. സി പോസിറ്റീവ് ആകുമ്പോഴും ഇതേ ആർഗ്യുമെന്റ് തന്നെ സി നെഗറ്റീവ് ആകുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള ആർഗ്യുമെന്റ് മാത്രം എടുക്കാം. ഈസ് ഇറ്റ് ക്ലിയർ? ഷുഡ് ഐ റിപ്പീറ്റ്? Clear ആണോ? Can you please respond? ക്ലിയർ ആണ് സർ. Next question. Okay. Next question. Limit x tends to 2 x square plus 1 times x cube minus 4 is equal to 20 എന്ന് പ്രൂവ്. എളുപ്പമാണ്. ഇതിനെ എഫ് എന്നും ഇതിനെ ജി എന്നും എടുത്താൽ മതി. അതായത് ഇത് രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്ട്സിന്റെ ലിമിറ്റ് ആണ്. ഹിയർ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. G of x is equal to x cube minus 4. So this is of the form limit x tends to 2 f of x into g of x. F of x into g of x in limit individual limits ആണ്. This is limit x tends to 2 f of x times limit x tends to 2 g of x. Okay, ഇതിങ്ങനെ എഴുതാൻ പറ്റണമെങ്കിൽ ഈ രണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. രണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ പ്രോഡക്ട്സ് ഓഫ് ദ ലിമിറ്റ്സ് ആയിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ. സമ്മിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി എടുത്തത് ഇനി കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു അപ്പോൾ ടു എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. ഇതിനെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 1. ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് റൈസ് ടു എൻ ഈ സി റൈസ് ടു എൻ. ഇവിടെ സിക്ക് പകരം 2 ആണ് വന്നിരിക്കുന്നത്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ ഈസ് 2 സ്ക്വയർ പ്ലസ് കോൺസ്റ്റന്റ് ലിമിറ്റ് അത് തന്നെ 1ന്റെ ലിമിറ്റ് അത് തന്നെ. സോ ഹിയർ ഹിസ് ആൻസർ ഈസ് 5. ഓക്കെ, അതുപോലെ അടുത്ത ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x cube minus 4, which is equal to limit x tends to 2 x cube minus limit x tends to 2 4. Okay,
x ക്യൂബിന്റെ ലിമിറ്റ് x ടെൻസ് ടു 2 ആവുമ്പോൾ 2 ക്യൂബ് എന്ന് കിട്ടും. 4ന്റെ ലിമിറ്റ് 4 എന്ന് തന്നെ കിട്ടും. സോ 8 മൈനസ് 4 ഈസ് 4. സോ ഇതിന്റെ ലിമിറ്റ് f of x ന്റെ ലിമിറ്റ് കണ്ടുപിടിച്ചു 5, g of x ന്റെ ലിമിറ്റ് കണ്ടുപിടിച്ചു 4. 5 into 4 is actually 20. Is it clear? Clear ആണോ? Clear ആണ്. Okay. Next question. Limit x tends to 2, x cube minus 4 divided by x square plus 1 is equal to 4 by 5. Okay. It actually limit x tends to 2, f by g എന്നുള്ള format ആണ്. Where f of x is equal to x cube minus 4 and g of x is equal to x square plus 1. Okay. നമുക്ക് ഇനി നോക്കേണ്ടത് x ഈ g of x നോൺ സീറോ ആണെന്ന് നോക്കിയാൽ മതി. എന്താകുമ്പോൾ 2 ആകുമ്പോൾ. കാരണം നമുക്ക് 2ന്റെ നെയ്ബർഹുഡ് ആണ് നോക്കേണ്ടത്. g of 2 എടുക്കുക. g of 2 is actually 2 square plus 1, which is 5, which is not equal to 0. So കുഴപ്പമില്ല. ഇവിടെ g എന്തല്ല, 0 അല്ല. ഓക്കെ. ഇനി g 0 ആണെങ്കിൽ x square plus 1 0 ആകണം. So x square is equal to minus 1 ആണ്. So x is equal to plus or minus I ആണ്. അത് എന്ത് നമ്പർ അല്ല, റിയൽ നമ്പർ. സോ g എന്തേ അല്ല, 0 അല്ല. ആക്ച്വലി നമുക്ക് നോക്കേണ്ടത് ഈ പോയിന്റിന്റെ അടുത്ത് നോക്കിയാൽ മതി. ഈ 2ന്റെ അടുത്തുള്ള പോയിന്റ്സിൽ 0 ആണോ നോക്കിയാൽ മതി. വളരെ അടുത്തുള്ള പോയിന്റ്സ്. 2ൽ 0 അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല ആക്ച്വലി. പക്ഷെ നമുക്ക് ഇവിടെ പറയാം ഇത് 0 ആകുന്ന ഒരേ ഒരു പോയിന്റ്സ് പ്ലസ് ഓർ മൈനസ് I ആണ്. ഓക്കെ, അത് റിയൽ നമ്പേഴ്സ് അല്ല. സോ g of x ഒരു പോയിന്റിലും 0 ആണ്. സോ ഇനി f by g യുടെ ലിമിറ്റ്സ് എന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്യാം. ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സ് വെച്ചിട്ട് ലിമിറ്റ് x tends to 2 f divided by limit x tends to 2 g. Okay, that is limit x tends to 2 x cube minus 4 divided by limit x tends to 2 x square plus 1. x 2ന് 2 കൊടുക്കുക. ഇത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്യാണ്. which is 2 cube minus 8 divided by 2 square plus 1, which is 4 by 5. Sir, 2 cube minus 4 അല്ലേ? Hello? 2 cube minus 4. 2 cube minus 4. So, ഞാൻ 2 cube എന്നുള്ളത് 8 എന്ന് മനസ്സിൽ ആലോചിച്ചാൽ എഴുതുക. 2 cube minus 4, which is 4 divided by 5. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. സർ, ഇപ്പം g of x 0 കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? g of x 0 കിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റി എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നിങ്ങൾ അടുത്ത സെമസ്റ്റർ പഠിക്കുക എൽ ഹോസ്പിറ്റൽ സ്കൂൾ. നിങ്ങൾ എൽ ഹോസ്പിറ്റൽ സ്കൂൾ പഠിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ സെമസ്റ്റർ പഠിച്ചായിരുന്നു. എൽ ഹോസ്പിറ്റൽ സ്കൂൾ 0/0 എന്നുള്ള ഫോർമാറ്റിലുള്ള ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ മോളത്തിന്റെ ഡെറിവേറ്റീവ് ഡിവൈഡ് ബൈ താഴത്തിന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, എന്നിട്ട് വാല്യൂ ഇട്ട് കൊടുത്താണ്. പക്ഷെ നമുക്ക് അല്ലാതെ ചെയ്യാം. 0 വരുമ്പോൾ ഒരു യുണീക് മെത്തേഡ് ഇല്ല. നമ്മൾ ചെയ്യുന്നത് 0 ഒഴിവാക്കാൻ നോക്കും. 0 ഒഴിവാക്കാൻ വേണ്ടി ചില കേസിൽ സിമ്പിൾ ആയിട്ട് അതിന്റെ ചില ടേംസ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് ഫൈൻഡ് നമുക്ക് x tends to 2 തന്നെ എടുക്കാം. x tends to 2 divided by x minus 2 divided by x square minus 4. Okay, ഇതിനെ നമുക്ക് എഴുതാം. ലിമിറ്റ് x tends to 2 f by g എന്ന് എഴുതാം. f is equal to x minus 2
g is equal to x square minus 4. Mean g of 2 എടുക്കാം. g of 2 is equal to എന്ത് കിട്ടും? 2 square minus 4 which is 0 എന്ന് കിട്ടും. സോ നമ്മൾ ആ പരിപാടി നടക്കില്ല. എഫ് ബൈ ജിയുടെ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ നടക്കില്ല. കാരണം ഇവിടെ g of 2ന്റെ ആൻസർ എന്താണ്? 0 ആണ്. നമുക്ക് അതിന്റെ ആൻസർ നോൺ 0 ആണെന്ന് കിട്ടും. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിനെ 0 ഒഴിവാക്കാൻ പറ്റും. ഇവിടെ 0 വന്നതിന്റെ റീസൺ എക്സ് സ്ക്വയർ മൈനസ് 4നെ നമുക്ക് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഇവിടെ ജി 0 ആകാൻ കാരണം ഈ എക്സ് മൈനസ് 2 എന്നുള്ള ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് 0 ആയത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ മാറ്റി എഴുതാം. ദിസ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ടൈംസ് എക്സ് പ്ലസ് 2. അപ്പൊ ഇവിടെ 0 വന്നതിന്റെ കാരണം ഇതെന്താണ്? ഈ ഡിനോമിനേറ്റർ എക്സ് മൈനസ് 2 എന്നുള്ള ഫാക്ടർ ഉള്ളതുകൊണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ പക്ഷെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ എക്സ് മൈനസ് 2 എന്നുള്ള ഫാക്ടർ മോഡിൽ ഉള്ളത് കൊണ്ട് വി ക്യാൻ ക്യാൻസൽ ദം ഈച്ച് അതർ. ഓക്കെ, അപ്പൊ നമുക്ക് 0 എന്നുള്ള ഫാക്ടർ അവിടെ നിന്ന് ഒഴിവായി. സോ ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 തന്നെയാണ് ആ സാധനം. ഇനി അവിടെ എക്സ് 2 ആവുമ്പോൾ താഴെ 4 കിട്ടും, അത് 0 അല്ല, അപ്പൊ 0 ഒഴിവായി. സോ ദിസ് ഈസ് ആക്ച്വലി ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 1 ഡിവൈഡഡ് ബൈ താഴത്തേത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് പ്ലസ് 2. സോ വിച്ച് ഈസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2 ഈസ് 4. ആൻസർ ഈസ് 1/2. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള കണക്ക് വരാൻ സാധ്യതയുണ്ട്. വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്യാൻ കളയാൻ പറ്റുമെന്ന് നോക്കുക. ഇനി ഒരു തരത്തിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് എഴുതിയാൽ മതി. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് നിങ്ങൾ അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താലും എക്സ് താഴത്തെ എക്സ് 0 ആകുമ്പോൾ താഴത്തെ 0 ആകും. അപ്പൊ 1/0 എന്നുള്ളതാണ്. 1/0 അത് എന്ത് ചെയ്താലും ലിമിറ്റ് ഇല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ ഒരു പരിപാടി നടക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇതിന് എന്തില്ല? ഡസ് നോട്ട് ഹാവ് എ ലിമിറ്റ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കോമൺ ആയിട്ട് വല്ലതും ക്യാൻസൽ ചെയ്ത കളയാം. കോമൺ ആയിട്ടൊന്നും ക്യാൻസൽ ചെയ്യാനില്ല. ഇവിടെ താഴത്തെ ലിമിറ്റ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആണ്. എക്സ് 0 ആകുമ്പോൾ ജി ഓഫ് 0 ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. സോ എഫ് ബൈ ജി എന്നുള്ള കേസിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേറൊരു വിധത്തിലും ക്യാൻസൽ ചെയ്യാനും ഒന്നും പറ്റില്ല. സോ അതിന്റെ അർത്ഥം എന്താ? ഇതിന് എന്തില്ല? ലിമിറ്റ് ഇല്ലാൻ തന്നെയാണ് അതിന്റെ. ഓക്കെ ഓക്കെ സർ ചോദിച്ചോളൂ. സർ ഈ ലിമിറ്റ് തിയറം സാർ പറഞ്ഞ ഫൈനൈറ്റ് കേസിൽ മാത്രം പറ്റൂന്നല്ലേ? ഫൈനൈറ്റ് കേസ് മാത്രമേ പറ്റുള്ളൂ. ഫൈനൈറ്റ്ലി മെനി കേസ് എല്ലാ ലിമിറ്റിന്റെ തിയറവും ഫൈനൈറ്റ്ലി മെനി ഫംഗ്ഷൻസിന്റെ സമ്മോ ഫംഗ്ഷൻസിന്റെ എണ്ണമാണ് ഫൈനൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. കേട്ടോ? ഓക്കെ സർ. ഇത് മനസ്സിലായോ? സർ മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1-2 എക്സസൈസ് പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. അത് നിങ്ങൾക്ക് വീട്ടിൽ പോയി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സസൈസ് പ്രോബ്ലംസ് തന്നേക്കാം. നെക്സ്റ്റ് സെക്ഷൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് റിസൾട്ട് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. If P is a polynomial, then limit x tends to C, P of x is equal to P of C. P എന്നുള്ളത് ഒരു പോളിനോമിയൽ ആണെങ്കിൽ ലിമിറ്റ് x tends to C, P of x എന്നുള്ളത് P of C ആയിരിക്കും. ക്ലിയർ ആണോ ചോദ്യം? Yes, sir. Okay, let's move on to the answer. Consider an arbitrary polynomial P of x. Let P of x be a polynomial of degree n. So
പി ഓഫ് എക്സിന്റെ ഫോർമാറ്റ് നമുക്കറിയാം. an x raised to n plus an minus 1 x raised to n minus 1 plus etc plus a naught. ഇതിന്റെ അകത്തെ a naught, a1, etc. an എല്ലാം കോൺസ്റ്റൻസ് ആണ്. ആൻഡ് an not equal to 0. ഇത്രയും മനസ്സിലായോ? Now limit x tends to c, p of x, which is limit x tends to c an x raised to n plus an minus 1 x raised to n minus 1 plus etc. a naught. ഇവിടെ n എന്നുള്ളത് ഒരു ഫിക്സഡ് ഫൈനൈറ്റ് നമ്പർ ആണ്. സോ ഇത് ഫൈനൈറ്റ്ലി മെനി ഫംഗ്ഷൻസിന്റെ സം ആണ്. അതിന്റെ ലിമിറ്റ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഫംഗ്ഷൻസിന്റെ ലിമിറ്റിന്റെ സം ആണ്. സോ ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ലിമിറ്റ് x tends to c an x raised to n plus limit x tends to c an minus 1 x raised to n minus 1 plus etc. limit x tends to c a naught. ഇത്രയും ഭാഗം മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. ഇവിടെ n കോൺസ്റ്റന്റ് ആണ്. വി ക്യാൻ ടേക്ക് കോൺസ്റ്റന്റ് ഔട്ട്സൈഡ്. ദിസ് ഈസ് an into limit x tends to c x raised to n plus here an minus 1 into limit x tends to c x raised to n minus 1 plus etc. plus a naught ന്റെ ലിമിറ്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എല്ലാ കോൺസ്റ്റന്റ്സിന്റെ ലിമിറ്റ് അത് തന്നെയാണ് a naught. ഓക്കെ. ഇനി ലിമിറ്റ് x tends to c x raised to n is c raised to n. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. So this is an c raised to n plus an minus 1 c raised to n minus 1 plus an minus 2 c raised to n minus 2 plus etc. a naught. അതെന്ന് വെച്ചാൽ p of c തന്നെയാണ്. എക്സിന്റെ സ്ഥാനത്ത് c കൊടുത്ത് കിട്ടുന്ന അതേ സാധനം തന്നെയാണ് ഇവിടെ കിട്ടിയത്. സോ ലിമിറ്റ് x tends to c p of x is equal to എന്ത് കിട്ടി? p of c തന്നെ. Is it clear? സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ യൂസ് ചെയ്ത റിസൾട്ട് ലിമിറ്റ് x tends to c x raised to n is equal to c raised to n യൂസ് ചെയ്തു. ലിമിറ്റ് x tends to c f plus g is equal to limit x tends to c f plus limit x tends to c g എന്നുള്ള യൂസ് ചെയ്തു. അതുപോലെ തന്നെ limit x tends to c bf is equal to b times limit x tends to c f. b ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ റിസൾട്ട് യൂസ് ചെയ്യും. സംശയമുണ്ടോ മക്കളെ? ഉണ്ടെങ്കിൽ ചോദിക്കാം. Do you have any doubts? Can you please respond? Okay. അടുത്ത ക്വസ്റ്റ്യൻ. സർ ലക്ഷ്മി ചോദിച്ചിട്ട് ഒന്നും കൂടി പറയാവുന്ന മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് p ഒരു പോളിനോമിയൽ ആണെങ്കിൽ ലിമിറ്റ് x tends to c p of x is equal to p of c എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. p of x എന്നുള്ളത് ഏത് പോളിനോമിയൽ വേണമെങ്കിലും ആകാം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആർബിട്രറി പോളിനോമിയൽ എടുക്കും. ആ പോളിനോമിയലിന്റെ എക്സ് സിയിലോട്ട് എടുക്കുമ്പോഴുള്ള വാല്യൂ p of c ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി let p of x be a polynomial of ഡിഗ്രി n. nth ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ ആണ് p of x. ഇനി nth ഡിഗ്രി ഉള്ള പോളിനോമിയലിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് an x raised to n plus an minus 1 x raised to n minus 1 plus etc. plus a naught. ഇതാണ് ഫോർമാറ്റ്. അപ്പൊ നമ്മൾ അതിന്റെ കേസിൽ ഇതൊരു ആർബിട്രറി ജനറൽ പോളിനോമിയൽ. അപ്പൊ അതിന്റെ കേസിൽ പ്രൂവ് ചെയ്താൽ മതി. സോ ലിമിറ്റ് x tends to c p of x എടുക്കുന്നു. It is limit x tends to c
an x raised to n plus an minus 1 x raised to n minus 1 plus etc. n. ഇവിടെ an ഉം an minus 1 ഉം a naught ഒക്കെ കോൺസ്റ്റന്റ്സ് ആണ്. nth ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് an 0 ആകാനും പാടില്ല. ഇനി ഇത് ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സ് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ കുറെ ഫംഗ്ഷൻസിന്റെ സം ആണ്. ഇവിടെ n ഫിക്സഡ് നമ്പർ ആയതുകൊണ്ട് ഇതൊരു ഫൈനൈറ്റ്ലി മെനി ഫംഗ്ഷൻസിന്റെ സം ആണ്. ഫൈനൈറ്റ്ലി മെനി ഫംഗ്ഷൻസിന്റെ സമ്മിന്റെ ലിമിറ്റ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഫംഗ്ഷൻസിന്റെ ലിമിറ്റിന്റെ സം കണ്ടുപിടിച്ചാൽ മതി. So this is actually equal to limit x tends to c an x raised to n plus limit x tends to c an minus 1 x raised to n minus 1 plus etc. limit x tends to c a naught എന്ന് കിട്ടും. ഇനി അവിടെ a നെ നമുക്ക് വെളിയിലെടുക്കാം. an minus 1 കോൺസ്റ്റന്റ് ആയിട്ട് വെളിയിലെടുക്കാം. ഈ റിസൾട്ട് വെച്ച് limit x tends to c bf is equal to b കോൺസ്റ്റന്റ് വെളിയിലെടുത്തിട്ട് b times limit x tends to c n. So this is an into limit x tends to c x raised to n plus an minus 1 into limit x tends to c x raised to n minus 1 plus etc. plus last limit x tends to c a naught. A naught ഒരു കോൺസ്റ്റന്റ് ആണ്. അവിടെ x ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ലിമിറ്റ് അത് തന്നെ. ഓക്കെ, ഇനി നമ്മൾ എന്ത് യൂസ് ചെയ്തു? ലിമിറ്റ് x tends to c x raised to n എന്ന് വെച്ചാൽ c raised to n ആണെന്ന് നമുക്ക് അറിയാം. നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. So this is actually an into c raised to n plus an minus 1 into ഇവിടെ x raised to n minus 1 ആവുമ്പോൾ c raised to n minus 1 plus etc. plus a naught. ഇതെന്ന് വെച്ചാൽ പി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എക്സിന്റെ സ്ഥാനത്ത് സി കൊടുത്തിട്ടുള്ള അതേ വാല്യൂ തന്നെയാണ്. അതാണ് പി ഓഫ് സി. അതായത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? പി ഓഫ് സി. ക്ലിയർ? പറഞ്ഞോട്ടെ അടുത്തത്. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ്. പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് ആർ പോളിനോമിയൽസ്. ഓക്കെ, സോ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം സബ്ജക്ട് ടു ദ കണ്ടീഷൻ ദാറ്റ് ക്യൂ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലെ? അപ്പൊ നമുക്ക് ക്യൂ ഓഫ് എക്സ് 0 ആകുന്ന കേസ് എടുത്തു നോക്കാം. ക്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആകണമെന്നുണ്ടെങ്കിൽ എക്സ് അതിന്റെ എന്തായിരിക്കണം? റൂട്ട് ആയിരിക്കണം. ഓക്കെ, ഇത് nth ഡിഗ്രി പോളിനോമിയലാണ്. ഇത് mth ഡിഗ്രി പോളിനോമിയലാണ്. ലെറ്റ് q of x be an mth degree polynomial. നമ്മൾ ആ പോളിനോമിയൽ തന്നിട്ടുണ്ടല്ലോ. And എന്തൊക്കെ? ആൽഫ 1, ആൽഫ 2 എക്സെട്ര, ആൽഫ m be the roots. Okay, അപ്പൊ ക്യൂ ഓഫ് എക്സ് എക്സ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എം ഒന്നും അല്ലെങ്കിൽ ക്യൂ ഓഫ് എക്സ് ഒരിക്കലും 0 ആകത്തില്ല. കാരണം ക്യൂ ഓഫ് എക്സ് 0 ആകുന്നത് അതിന്റെ റൂട്ട്സുകളിലാണ്. ഓക്കെ, ഇവിടെ ക്യൂ ഓഫ് എക്സിന്റെ റൂട്ട്സ് ആണ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എം. സോ ഈ എക്സ് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എം. അതായത് എക്സ് ആൽഫ 1 അല്ല, ആൽഫ 2 അല്ല, എക്സെട്ര ആൽഫ എം അല്ലെങ്കിൽ Q of x not equal to 0. Okay. ഇനി അതുപോലെ തന്നെ നമ്മൾ എടുത്ത C നോട്ട് ആൻ എലമെന്റ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എം ആണെങ്കിൽ Q of C യും നോട്ട് ഈക്വൽ ടു 0. ഇത്രയും മനസ്സിലായോ? ഇത് പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞിട്ട് കാര്യം. Is it clear? അതൊന്നുകൂടി പറയാം. ഓക്കെ, നമുക്ക് മ്യൂട്ട് ചെയ്ത് വോയിസ് മ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് ആർ പോളിനോമിയൽസ് വിച്ച് ഈസ് ഗിവൺ. ഓക്കെ, ഇതിനെ നമുക്ക് ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സ് വെച്ചിട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റണമെങ്കിൽ കണ്ടീഷൻ എന്താണ്?
ഒന്ന് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലെ, ജി ഓഫ് സി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ ഇവിടെ ക്യൂ ഓഫ് എക്സ് എന്നുള്ളത് പോളിനോമിയലാണ്. അപ്പൊ ക്യൂ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുന്ന കേസിൽ മാത്രമേ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ ഈ നോക്കേണ്ടത് ക്യൂ ഓഫ് എക്സ് 0 ആകുന്ന കേസ് ഏതൊക്കെയാണ്? ക്യൂ ഓഫ് എക്സ് 0 ആണെങ്കിൽ എക്സ് എന്തായിരിക്കണം? റൂട്ട്സ് ആയിരിക്കും. ഞാൻ കൺസിഡർ ചെയ്യുന്നു ക്യൂ ഓഫ് എക്സ് ഒരു mth ഡിഗ്രി പോളിനോമിയലാണ്. എനിക്കറിയാം ഒരു mth ഡിഗ്രി പോളിനോമിയലിന് അറ്റ്മോസ്റ്റ് m റൂട്ട്സേ ഉള്ളൂ. ആ റൂട്ട്സ് ആണ് ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ. സോ ക്യൂ ഓഫ് എക്സ് ആൽഫ 1 0 ആണ്, ആൽഫ 2 0 ആണ്, എക്സെട്ര ആൽഫ m 0 ആണ്. അപ്പൊ എന്റെ എക്സ് എന്ന് വെച്ചാൽ ഈ ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ m ഒന്നും അല്ലെങ്കിൽ ക്യൂ ഓഫ് എക്സ് 0 അല്ല. അതുപോലെ സിയും എന്തല്ലെങ്കിൽ ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ m അല്ലെങ്കിൽ അതും എന്തല്ല 0. ക്ലിയർ? സിയുടെ കാര്യം മനസ്സിലായില്ല. സിയുടെ കാര്യം നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ക്യൂ ഓഫ് സിയും ക്യൂ ഓഫ് എക്സും എന്തായിരിക്കണം? നമുക്ക് വേണ്ടത് സി എന്ന് പറഞ്ഞ പോയിന്റ് ഇത് 0 ആകാൻ പാടില്ല. സിയുടെ നെയ്ബർഹുഡിലും ഏതെങ്കിലും ഒരു ചെറിയ നെയ്ബർഹുഡിൽ ഇത് എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. ക്ലിയർ? മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ. ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പി ഓഫ് എക്സ് by q of x actually equal to എന്താണ്? limit x tends to c p of x by limit x tends to c q of x. ഇത് പോളിനോമിയലിന്റെ കേസ് നമുക്ക് റിസൾട്ട് തൊട്ടുമുമ്പേ പഠിപ്പിച്ചാണ്, which is p of c by q of c subject to the condition that q of c not equal to 0 അല്ലെങ്കിൽ c is not a root of എന്താണ് q of x. c എന്തിന്റെ റൂട്ട് അല്ലെങ്കിൽ q of x ന്റെ റൂട്ട് അല്ലെങ്കിൽ p of x by q of x ന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് p of c by q of c. ക്ലിയർ? സംശയമുണ്ടെങ്കിൽ ചോദിക്കും. ഏതെങ്കിലും പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ചോദിക്കും. സംശയമുണ്ടോ? Shall I proceed? Can you please respond? Yes, sir. Okay. Next is the result. നമ്മൾ സീക്വൻസിന്റെ അകത്ത് പഠിച്ച രണ്ട് റിസൾട്ട്, ഒന്ന് സ്ക്വീസ് തിയറവും രണ്ട് നമ്മളെ ലിമിറ്റ്സിന്റെ ബൗൺസും. ഈ രണ്ട് റിസൾട്ടും നമ്മൾ ലിമിറ്റ്സിന്റെ കേസ്, ഫങ്ഷൻസിന്റെ ലിമിറ്റ്സിന്റെ കേസ് നമ്മളൊന്ന് പറഞ്ഞു നോക്കുകയാണ്. രണ്ട് റിസൾട്ടും വളരെ ട്രിവിയൽ ആണ്, നിങ്ങൾക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ച് ലിമിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വെച്ച് മതി. The first theorem is let a subset of R and let f from a to R be a function and C be a cluster point of A. C be a cluster point of A. നമുക്കൊരു ഫംഗ്ഷന്റെ ലിമിറ്റ് പറയണമെങ്കിൽ ഇത്രയും ആർഗ്യുമെന്റ്സ് ഈസ് എസെൻഷ്യൽ. Then if a less than or equal to f of x less than or equal to b for all x element of a and x not equal to c, and if limit x tends to c f exists, then a less than or equal to limit x tends to c f less than or equal to b. ഇത് നമ്മൾ സീക്വൻസിന്റെ കേസിൽ പഠിച്ചതാണ്. എയുടെയും ബിയുടെ ഇടയ്ക്കാണ് സീക്വൻസ് എങ്കിൽ അതിന്റെ ലിമിറ്റും എയുടെയും ബിയുടെ ഇടയ്ക്കാണ്. അതേ റിസൾട്ടിന്റെ ഇക്വലന്റ് ഫോം. സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ?
സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ എ എന്ന് പറയുന്നത് ഒരു സെറ്റ് ആണ്, റിയൽ നമ്പേഴ്സ് സബ്സെറ്റ് ആണ്. എഫ് എന്ന് പറയുന്നത് എ ഡിഫൈൻ ചെയ്തൊരു ഫംഗ്ഷൻ ആണ്. സി അതിന്റെ ക്ലസ്റ്റർ പോയിന്റ് ആണ്. ഇനി എഫ് ഓഫ് എക്സുകളെല്ലാം സിയിൽ ഒഴികെയുള്ള എല്ലാ എഫ് ഓഫ് എക്സുകളും എയുടെയും ബിയുടെയും ഇടയ്ക്കാണെങ്കിൽ അതിന്റെ ലിമിറ്റും എയുടെയും ബിയുടെയും ഇടയ്ക്കായിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാം. വളരെ എളുപ്പമാണ്. നമ്മൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ മതി. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് using sequential criteria, for all xn converges to C, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സൻ ന്റെ ലിമിറ്റ് എന്തിന്റെ ഇടയ്ക്കായാൽ മതി, എ ലെസ് ദാൻ ഇതായി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ആയി ആയില്ലേ? കാരണം ഇതിന്റെ ലിമിറ്റ് ആണ് എന്നു പറയുന്നത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, എഫ് എന്ന് പറയുന്നത് ഇതിന്റെ ലിമിറ്റ് തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ choose an arbitrary xn converges to C. ഓക്കെ, ഇതിന്റെ എഫ് ഓഫ് എക്സൻ ബൈ ഡെഫിനിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എക്സൻ എന്ന് പറയുന്ന സീക്വൻസ് എടുക്കുകയാണെങ്കിൽ എക്സൻ എക്കകത്തെ എലമെന്റ്സ് ആണ്. അപ്പം എക്കകത്തെ എല്ലാ എലമെന്റ്സിന്റെയും ഇമേജസ് ക്യാപിറ്റൽ സ്മോൾ എയുടെയും സ്മോൾ ബിയുടെ ഇടയ്ക്കാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയും. ഇനി നമുക്ക് ഇവിടെ സീക്വൻസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇങ്ങനെ ഒരു റിസൾട്ട് നമുക്കുണ്ട്. ഓക്കെ, സോ ആ റിസൾട്ട് വെച്ചിട്ട് വി ക്യാൻ സേ ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എഫ് ഓഫ് എക്സൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയും. ഈ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സൻ തന്നെയാണ് എന്ത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ്, സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ച്. സോ വിച്ച് മീൻസ് ദാറ്റ് ഫോർ എവരി സീക്വൻസ് എക്സൻ a less than or equal to limit f of xn less than or equal to b, which means that a less than or equal to limit x tends to c, f less than or equal to b. Clear? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. Do you have any doubts? പേരെടുത്ത് ചോദിക്കണം. Do you have any doubts? ഞാൻ ചോദിക്കണോ? ഡൗട്ട്സ് ഉണ്ടോ? കേൾക്കുന്നില്ല? പറഞ്ഞോളൂ. എനിക്ക് നെറ്റ് കിട്ടില്ല, ഇടയ്ക്ക് വെച്ച് കട്ടായി പോയപ്പം എനിക്ക് കിട്ടിയില്ലായിരുന്നു സാർ. ഒന്നുകൂടെ പറയാൻ പറ്റുമോ സാർ? പ്രൂഫ് ആണോ? ആ, പ്രൂഫാണ് സാർ. ഓക്കെ, കേട്ടോളൂ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതിന്റെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമുക്കറിയാം സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ചിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് എന്ന് പറയുന്നത് സിയിലെ കൺവേർജ് ചെയ്യുന്ന ഏതൊരു സീക്വൻസിന്റെയും ഇമേജ് സീക്വൻസിന്റെ ലിമിറ്റ് ആണിത്. ഇത് രണ്ടും സെയിം ആണ് നമുക്കറിയാം. ലിമിറ്റ് എക്സസീവ് ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് എന്ന് പറയുന്നത് ഫോർ എവരി സീക്വൻസ് എക്സൻ കൺവേർജിംഗ് ടു സി എ ലെസ് ദാൻ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സൻ എന്ന് പറയുന്നത് ഇത് രണ്ടും സെയിം ആണ്. ഈ ഭാഗവും ഇതും സെയിം ആണ് നമുക്കറിയാം. അപ്പൊ നമ്മള് എ ലെസ് ദാൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം
For every sequence xn converging to C, a less than or equal to limit of f of xn less than or equal to b എന്ന് പ്രൂവ് ചെയ്താൽ മതി, which is essential. Okay. അപ്പൊ നമ്മളൊരു സീക്വൻസ് എടുക്കുന്നു, ആർബിട്രറി സീക്വൻസ് xn which converging to C and xn is an element of A. ഇനി എക്കകത്തെ ഏതൊരു എലമെന്റ് എടുത്തെന്ന് പറഞ്ഞാലും തിയറത്തിന് തന്നിട്ടുണ്ട് സ്മോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി തന്നിട്ടുണ്ട്. So xn are elements of capital A. So which means that it satisfies this condition, that is a less than or equal to f of xn less than or equal to b. Okay, ഇതൊരു സീക്വൻസ് ആണ്. ഇതിനെ ഒരു y എന്ന് പറഞ്ഞ സീക്വൻസ് എടുക്കുകയാണ്. സോ a less than or equal to yn less than or equal to b. ഇനി yn കൺവേർജന്റും ആണ്, കാരണം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റിസൾട്ട് ഉണ്ട് സീക്വൻസിന്റെ കേസിൽ a less than an less than b for all n ആണെങ്കിൽ a less than limit an less than b നമുക്ക് അറിയാം. സോ ഇവിടെ a less than yn less than b ആണെങ്കിൽ നമുക്ക് എന്ത് ആ റിസൾട്ട് വെച്ചിട്ട് എന്ത് പറയാം? a less than or equal to limit of f of xn less than or equal to b. ഈ limit of f of xn ആണ് നമ്മൾ limit x tends to c f എന്ന് കൊടുത്തത്. So which means that a less than or equal to limit x tends to c f less than or equal to b nai, which is what we need to prove. Clear? Yes, sir. Okay. അപ്പൊ ഇനി സീക്വൻസിന്റെ അകത്ത് പറയുന്ന അടുത്ത പോലത്തെ റിസൾട്ട് ആണ് സ്ക്വീസ് തിയറം. സ്ക്വീസ് തിയറം പറയുന്നത്, so let a subset of R, let മൂന്ന് ഫംഗ്ഷൻ f g h from A to R and C be a cluster point of A. Okay, then f of x less than or equal to g of x less than or equal to h of x for all x element of A and x not equal to C. Then, and if limit x tends to C, f is equal to L equal to limit x tends to C, h, then limit x tends to C, g also is equal to L. The Squeeze theorem. So statement is A എന്ന് പറഞ്ഞത് റിയൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആണ്. We have three functions f, g, h which is defined from A to R. T എന്നുള്ളത് A എന്ന് പറഞ്ഞ സെറ്റിന്റെ ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണ്, satisfying f of x less than or equal to g of x less than or equal to h of x for all x element of A. ഇനി എഫിന്റെ ലിമിറ്റും എച്ചിന്റെ ലിമിറ്റും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ജിയുടെ ലിമിറ്റും സെയിം ആയിരിക്കും, ജിയുടെ ലിമിറ്റും L തന്നെയായിരിക്കും. ഇത് നമ്മൾ an less than or equal to bn less than or equal to cn എന്നെടുത്ത പോലെ തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, ഇവിടെ സീക്വൻസിന് പകരം ലിമിറ്റ്സ് ആക്കുന്നതേ ഉള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് തൊട്ട് മുമ്പേ റിസൾട്ട് ചെയ്ത പോലെ തന്നെ ലിമിറ്റ്സിനെ നമുക്ക് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ആക്കി കഴിഞ്ഞാൽ ഈ തിയറം ലിമിറ്റ്സിന്റെ കേസിലാകും. ലിമിറ്റ്സിന്റെ കേസിൽ ഓൾറെഡി നമ്മൾ സ്ക്വീസ് തിയറം പ്രൂവ് ചെയ്തതാണ്. സോ ഇതിനെ ലിമിറ്റ്സിന്റെ കേസിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഇറ്റ് ബിക്കംസ് ഈസിയർ. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? Should I repeat? Okay. അപ്പൊ നമുക്ക് വേണ്ടത് ഈ സാധനത്തെ നമുക്ക് ലിമിറ്റിന്റെ കേസിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഇറ്റ് ബിക്കംസ് ഈസി. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ എടുക്കും. സോ പ്രൂഫ് using sequential criteria, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് x tends to c g is equal to L എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി കൺസിഡർ an arbitrary sequence xn converging to C and xn is an element in A. Okay, and xn not equal to C.
ഇനി എക്സ് എന്നുള്ളത് എക്കകത്തെ പോയിന്റ്സ് ആണ്. എക്കകത്തെ എല്ലാ പോയിന്റ്സും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്താണ്? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ്. സോ എക്സ് എന്നും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ഫോർ ഓൾ എൻ. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ. ഞാൻ തന്നിട്ടുണ്ട് given that limit x tends to c f is equal to L which is equal to limit x tends to c g തന്നിട്ടുണ്ട്. അപ്പൊ ലിമിറ്റിന്റെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ചിട്ട് സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏതൊരു സീക്വൻസിന്റെയും ഇമേജ് സീക്വൻസ് എല്ലിലോട്ട് കൺവേർജ് ചെയ്യണം. സോ ദിസ് ഇംപ്ലൈസ് ലിമിറ്റ് x tends to c f of xn is equal to limit x tends to c g of xn is equal to L. ഓക്കെ. ഇനി ഇത് ട്രൂ ആയതുകൊണ്ട് നമ്മൾ അടുത്തത് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ലിമിറ്റ് x tends to c ലിമിറ്റ് x tends to c അല്ല, നമുക്ക് വേണ്ടത് limit n tends to infinity f of x. കാരണം ഇപ്പൊ അത് സീക്വൻസ് ആയി. Okay. So limit f of xn less than or equal to g of xn less than or equal to h of xn ആയതുകൊണ്ട് less than or equal to limit g of xn less than or equal to limit h of xn. This is true. കാരണം സീക്വൻസിന്റെ കേസിൽ നമ്മൾ ഇത് റിസൾട്ട് ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. a less than or equal to b എന്നാണ്. ലിമിറ്റ് a less than or equal to limit bn ആയി. a less than or equal to bn ആണ്. Using that result. ഇനി ലിമിറ്റ് ഓഫ് f of xn is equal to L ആണ് നമുക്ക് അറിയാം. കാരണം ലിമിറ്റ് x tends to c f is equal to L തന്നിട്ടുണ്ട്. So this is L less than or equal to limit g of xn less than or limit of h of xn ഉം ഇവിടെ g അല്ല h ആണ്. ഇവിടെ h ആണ്. ലിമിറ്റ് h of xn ഉം L ആണ്. സോ ഇത് സീക്വൻസിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്താണ്? ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും സെയിം ആണെങ്കിൽ മിഡിൽ പാർട്ടും അത് തന്നെയായിരിക്കും. ദാറ്റ് ഈസ് ലിമിറ്റ് g of xn is equal to L. നമ്മൾ തുടങ്ങിയ എന്താണ്? xn എന്നുള്ളത് സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു ആർബിട്രറി സീക്വൻസ് ആണ്. അതിന്റെ ലിമിറ്റ്, അതിന്റെ ഇമേജിന്റെ ലിമിറ്റ് L ആണ്. സോ ബൈ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏതൊരു സീക്വൻസിന്റെ ഇമേജ് സീക്വൻസ് എല്ലിലേക്ക് പോകും. which means that limit x tends to c g is equal to എന്ത് തന്നെ L. Is it clear? Should I repeat? പറയണമെങ്കിൽ പറയാം. Should I repeat? സർ ആ ലാസ്റ്റ് ഭാഗം ഒന്ന് പറയാമോ? ഏതാ ആ ലാസ്റ്റ് ഭാഗം? ലാസ്റ്റ് ഭാഗം മ്യൂട്ട് ചെയ്യണ്ടായേ. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട്, ഞാൻ ആദ്യം തൊട്ട് പറയാം. നമുക്ക് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകും. നമുക്ക് ലിമിറ്റ് x tends to c g is equal to L എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏതൊരു സീക്വൻസിന്റെ ഇമേജ് സീക്വൻസ് എല്ലിലേക്ക് പോകുന്നത് പ്രൂവ് ചെയ്താൽ മതി. അതിനുവേണ്ടി സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു ആർബിട്രറി സീക്വൻസ് എടുക്കും. ഈ സീക്വൻസിന്റെ പോയിന്റ്സ് എല്ലാം എക്കകത്തെ പോയിന്റ്സ് ആണ്. ഇനി എക്കകത്തെ എല്ലാ പോയിന്റ്സിന്റെ കേസിലും we have a result satisfying x എക്കകത്ത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് വെച്ചിട്ട് f of x less than or equal to g of x less than or equal to h of x എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. സോ ഇവിടെ എക്സിന്റെ പകരം എന്തായെന്നുള്ളതേ ഉള്ളൂ, xn ആയെന്നുള്ളതേ ഉള്ളൂ. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? f of xn less than or equal to g of xn less than or equal to h of xn എന്ന് നമുക്ക് പറയാം. ഓക്കെ. ഓക്കെ. ഇനി തന്നിട്ടുണ്ട് ലിമിറ്റ് x tends to c f ഉം ലിമിറ്റ് x tends to c h ഉം സെയിം ആണ്, അത് രണ്ടും L ആണ് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം സീക്വൻഷ്യൽ ക്രൈറ്റീരിയ അവിടെ അപ്ലൈ ചെയ്യും.
അതായത് സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എല്ലാത്തിന്റെയും ഇമേജ് സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ എങ്ങോട്ട് പോകുന്നു, ഇതിലേക്ക് പോകും. ഇവിടെ എക്സ്റ്റെൻസ് ടു സി വേണ്ട, കണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് എൻ എങ്ങോട്ട് പോകുന്നു, സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഏതൊരു സീക്വൻസിന്റെയും എഫ് ഓഫ് എക്സ് എന്ന് എല്ലിലേക്ക് പോകും. കാരണം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഈസ് ഈക്വൽ ടു എൽ ആണെന്ന് തന്നിട്ടുണ്ട്. സോ എഫ് ഓഫ് എക്സ് എൻ എല്ലിലേക്ക് പോകുന്നു, ജി ഓഫ് എക്സ് എൻ എങ്ങോട്ട് തന്നെ പോകുന്നു, എല്ലിലേക്ക് പോകും. സോ എഫ് ഓഫ് എക്സ് എൻ goes to L and g of x n goes to, say, h of x n goes to L. കാരണം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എച്ചും എന്താണ് തന്നിട്ടുണ്ട്, എല്ലാണ് തന്നിട്ടുണ്ട്. യൂസിങ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ എഫ് ഓഫ് എക്സ് എൻ ഗോസ് ടു എൽ. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ്. നമുക്ക് 3 സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് എ എൻ, ബി എൻ, സി എൻ. സോ എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിസൾട്ട് വെച്ചിട്ട് ലിമിറ്റ് എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ബി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് സി എൻ എഴുതാം. So which means limit f of xn less than or equal to limit g of xn less than or equal to limit h of xn എഴുതാം. ഇനി f of xnകളെല്ലാം എല്ലോട്ടാണ് പോകുന്നത്, which means limit of f of xn is L. ഇവിടെ L എന്ന് കൊടുത്തു. ഇനി h of xnകളെല്ലാം എല്ലോട്ടാണ് പോകുന്നത്, so limit h of xn is equal to L എന്ന് കൊടുത്തു. So which means L less than or equal to limit g of xn less than or equal to L, which means by squeeze theorem of sequences limit g of xn is equal to L എന്ന് തന്നെ കിട്ടും. So which means that നമുക്ക് എക്സ്റ്റൻലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഏതൊരു സീക്വൻസ് എടുത്താലും അതിന്റെ ഇമേജ് സീക്വൻസ് എല്ലിലോട്ടാണ് പോകുന്നത്. So by sequential criteria, which means that limit extends to C, G is equal to L എന്നുള്ളതാണ് അതിന്റെ മീൻ. സോ സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഏതൊരു സീക്വൻസിന്റെ ഇമേജ് സീക്വൻസ് എല്ലോട്ട് പോയത് കൊണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി ജി ഇസ് ഈക്വൽ ടു എൽ എന്ന് കിട്ടി, വിച്ച് ഈസ് വാട്ട് വി നീഡ് ടു പ്രൂവ്. ഓക്കെ, ഓക്കെ സർ. സോ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസോട് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. കുറച്ച് എക്സാമ്പിൾസൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ ആ സാർ, എനിക്ക് ഇടയ്ക്കൊക്കെ സ്ക്രീൻ കാണുന്നുണ്ടായിരുന്നു. കുറെ നേരമായിട്ട് മൈക്ക് ഓൺ ആക്കി പറയുന്നുണ്ടായിരുന്നു, പക്ഷെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്താ പ്രശ്നം? ഇപ്പം റേഞ്ചിന്റെ ഇഷ്യൂ കൊണ്ടാന്ന് തോന്നുന്നു സാർ. ഇപ്പൊ പറഞ്ഞു കിട്ടി, പക്ഷെ ഇടയ്ക്കൊക്കെ പറഞ്ഞു സ്ക്രീൻ കാണുന്നില്ലായിരുന്നു, കേൾക്കുന്നതും ഇത് കിട്ടിയായിരുന്നോ? ഇത് കണ്ടായിരുന്നോ? ഇത് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടൈപ്പ് ചെയ്യും. എനിക്ക് തോന്നി നെറ്റ്വർക്ക് അകത്തൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവും. ഞാൻ പതിയെ പറയാം, ഞാൻ പെട്ടെന്ന് തീർക്കാം. എന്നിട്ട് എന്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൂടെ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. എക്സാമ്പിൾസ് കൂടെ നോക്കി പെട്ടെന്ന് അവസാനിപ്പിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുപാട് ആയി എന്ന് തോന്നുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ? Yes, sir. Question. Limit x tends to 0. X sin 1 by x equal to 0. What is sin of? ഇതിന്റെ ലിമിറ്റ് 0 ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇതിന്റെ മുമ്പേ ഒരു കാര്യം നിങ്ങളോട് ഐ തിങ്ക് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് എന്താണെന്ന് ചോദിച്ചാണ്, ഇന്നലെ പറഞ്ഞാണ്, ഇതുമായി ബന്ധപ്പെട്ടതല്ല കേട്ടോ. അതായത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സൈൻ 1 by n കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, ഞാൻ നിങ്ങളോട് ഇതിന്റെ ലിമിറ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് മോഡുലസ് ആണ്. മോഡുലസ് ആണെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് ഡസന്റ് മാറ്റർ. നിങ്ങൾ പലരും ചെയ്തത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ 1 by n, സോറി സൈൻ 1 നിങ്ങൾ ചെയ്ത് തന്നെ എഴുതാം.
sin 1 less than or equal to 1. So n കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ -1/n less than or equal to sin 1 by whole divided by n less than or equal to 1/n. നിങ്ങളിൽ പലരും കുറച്ചുകൂടെ ബുദ്ധിപൂർവമായിട്ട് ഈ സ്റ്റെപ്പിൽ വന്നപ്പോൾ ഇതെന്തായി, ഈ സാധനം sin 1/n. അതെങ്ങനെ ആയെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. കാരണം നമ്മൾ sin 1 ത്രൂ ഔട്ട് ആണ് ഡിവൈഡ് ചെയ്തത്. ഇത് sin 1 എന്ന് പറയുന്ന വാല്യൂവിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ആണ് ഇത്. ഇത് 1/n എന്നുള്ള വാല്യൂവിൽ സൈന്റെ ആൻസർ ആണ്. ഇത് രണ്ടും സെയിം അല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എഴുതരുത്. ദിസ് ഈസ് റോങ്. നമ്മളൊരു മാത്തമാറ്റിക്സ് സ്റ്റുഡൻസ് ഒരിക്കലും ഇങ്ങനത്തെ മിസ്റ്റേക്ക് വരുത്തരുത്. കാരണം നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ആർ ത്രൂ ഔട്ട് ഡിവൈഡിങ് വിത്ത് n. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അബദ്ധം കാണിക്കരുത്. പക്ഷെ നിങ്ങളുടെ അറ്റംപ്റ്റ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് യു ട്രൈ. ഓക്കെ, ഇത് ചെയ്യാനുള്ള എളുപ്പവഴി പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്കൊരു റിസൾട്ട് ഉണ്ട്, sin x is less than x എന്നൊരു റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, സോ വിച്ച് മീൻസ് ദാറ്റ് sin 1/n is less than 1/n. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? വിച്ച് മീൻസ് മോഡുലസ് ഓഫ് sin 1/n is less than 1/n. പോസിറ്റീവ് ആണ്. 0 ലെസ് ദാൻ. മോഡുലസ് ആകുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആണ്. ഇനി സ്പേസ് തിയറം അപ്ലൈ ചെയ്താണ്. 0 goes to 0, 1/n goes to 0, so modulus of sin 1/n goes to 0. ഇത് ശരിയാണ്. ഇത് എഴുതരുത്. കാരണം നിങ്ങൾ sin 1 ഡിവൈഡഡ് ബൈ n അല്ല, sin 1/n ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ഇന്റേണൽ ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല, ഞാൻ ഓർത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അവിടെ യൂസ് ചെയ്യേണ്ട റിസൾട്ട് sin x ലെസ് ദാൻ x എന്നുള്ളതാണ് റിസൾട്ട് യൂസ് ചെയ്യുന്നത്. സോ എക്സിന് പകരം 1/n ആകുമ്പോൾ sin 1/n is less than 1/n. So modulus of sin 1/n is positive. So 0 less than modulus of sin 1/n is less than 1/n. Now use squeeze theorem. ഇത് പറഞ്ഞതേ ഉള്ളൂ. Okay. So moving on to this problem. ഈ പ്രോബ്ലത്തിലേക്ക് എടുത്തു. നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യേണ്ടത് രണ്ട് റിസൾട്ടുകൾ യൂസ് ചെയ്യണം. ഒന്നാമത്തേത്, ഇത് സ്ക്വീസ് തിയറം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തേത് -1 less than or equal to sin 1/x less than or equal to 1. This is the first result. Okay. രണ്ടാമത്തെ റിസൾട്ട് minus modulus of x less than x less than modulus of x. ക്ലിയർ? ഇത് രണ്ട് നമ്മൾ പഠിച്ച റിസൾട്ടുകളാണ്. Is it clear? The two results clear ആണോ? Is it clear? The two results? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമോ? നെറ്റ്വർക്ക് പോയോ? ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്നത്, ഓക്കെ, നമുക്ക് -1 ലെസ് ദാൻ sin 1/x ലെസ് ദാൻ 1. നമ്മൾ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് എക്സ് കൊണ്ട് ത്രൂഔട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ വിച്ച് മീൻസ് മൈനസ് മോഡുലസ് ഓഫ് എക്സ്. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ എക്സ് ആയതുകൊണ്ട് ലെസ് ദാൻ നമുക്കതിനെ എക്സ് sin 1/x ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് എന്ന രീതിയിൽ. ക്ലിയർ? ഇനി അല്ല, എനിക്കിത് പറ്റുന്നില്ലെങ്കിൽ മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് വിത്ത് എക്സ്. എക്സ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് -x ലെസ് ദാൻ എക്സ് sin 1/x ലെസ് ദാൻ എക്സ് എന്ന്. ഓക്കെ, ഇനി നമുക്കറിയാം ലിമിറ്റ് x tends to 0, x is equal to 0. So which is also limit x tends to 0, minus x is equal to 0. അത് തന്നെയാണ് മോഡ് എക്സിന്റെ കേസിൽ. സോ ലിമിറ്റ് x tends to 0, mod x is equal to 0, limit x tends to 0, minus mod x also is equal to 0. So limit x tends to 0, modulus of x is equal to 0, and limit x tends to 0, minus modulus of x, which is minus of limit x tends to 0, modulus of x, which is also 0. So നമുക്ക് കിട്ടിയത് minus modulus of x less than
x sin 1 by x less than modulus of x. ഇതിനെ f of x ആയിട്ട് കൺസിഡർ ചെയ്യുക, ഇതിനെ g of x ആയിട്ട് കൺസിഡർ ചെയ്യുക, ഇതിനെ h of x ആയിട്ട് കൺസിഡർ ചെയ്യുക. As x tends to 0 ആകുമ്പോൾ f of x goes to 0, h of x goes to 0. So by squeeze theorem, എന്ത് പറയാം? Limit x tends to 0, g of x, which is x sin 1 by x, also goes to 0. Is it clear? Do you have any doubts? Sir, mod x കൊണ്ട് full multiply ചെയ്യുമ്പോൾ sin 1 by x ന്റെ അടുത്തുള്ള x നെ മോഡുലസ് കൊടുക്കാത്തെ? ഈ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ചുകൂടെ. അതായത് നമുക്ക് അതിന്റെ റീസൺ ഇതാണ്. നമുക്ക് രണ്ട് രീതിയിൽ ഒന്ന് പോസിറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യുക. ദാറ്റ്സ് ദ ബെറ്റർ വേ. അതായത് ഈ മൈനസ് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് അല്ലേ? മൈനസ് മോഡുലസ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ 1 ബൈ എക്സ് ഇസ് ലെസ് ദാൻ എക്സ് സൈൻ 1 ബൈ എക്സ് അല്ലേ? ഓക്കെ. അതുപോലെ എക്സ് ഈസ് ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് അല്ലേ? സോ എക്സ് സൈൻ 1 ബൈ എക്സ് ഇസ് ലെസ് ദാൻ എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ 1 ബൈ എക്സ്. ഓക്കെ. അത് രണ്ടും കൂടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾ എക്സ് പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രം ഇൻഇക്വാലിറ്റി ചേഞ്ച് ആകാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത്. സോ ഇവിടെ ഇങ്ങനെ ചെയ്താലും സെയിം ആണ്. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൈനസ് എക്സ് ലെസ് ദാൻ എക്സ് സൈൻ 1 ബൈ എക്സ് ലെസ് ദാൻ എക്സ്. ഇനി എക്സ് ടെൻസ് ടു 0 ആവുമ്പോൾ മൈനസ് എക്സ് ഗോസ് ടു 0, പ്ലസ് എക്സ് ഗോസ് ടു 0. സോ ബൈ സ്ക്വീസ് തിയറം മിഡിൽ പാർട്ട് ഓൾസോ ഗോസ് ടു. ഓക്കെ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. നിങ്ങൾക്കുള്ള എക്സസൈസ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്താൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x equal to 0. Limit x tends to 0, sin x is equal to 0. ഓക്കെ. ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇൻഇക്വാലിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. വി ഹാവ് മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇൻഇക്വാലിറ്റി ആണ്. ഈ ഇൻഇക്വാലിറ്റി അറിഞ്ഞിരിക്കണം. മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ്. ഇവിടെ ഇതിനെ എഫ് ഓഫ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ദിസ് ഈസ് ജി ഓഫ് എക്സ്, ദിസ് ഈസ് എച്ച് ഓഫ് എക്സ്. So as x tends to 0 ആകുമ്പോൾ f of x, which is minus x, which goes to 0, this is sin x, and this is x which goes to 0. So the middle part sin x also goes to 0. So by squeeze theorem, limit x tends to 0, sin x is 0. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. സംശയമുണ്ടോ? സംശയമുണ്ടോ? സാർ ഒന്നുകൂടെ പറയാമോ? കട്ടായി പോയായിരുന്നു. ഓക്കെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എക്സ് 0 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ദ റിസൾട്ട് ഈസ്, നമുക്ക് ഇങ്ങനെ റിസൾട്ട് ഉണ്ട്. മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് എന്നൊരു റിസൾട്ട് നമുക്കുണ്ട്. ഓക്കെ. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇൻഇക്വാലിറ്റി ആണ്. സോ ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കുക, സൈൻ എക്സിനെ ജി ഓഫ് എക്സ് ആയിട്ട് എടുക്കുക, എക്സിനെ എച്ച് ഓഫ് എക്സ് ആയിട്ട് എടുക്കുക. That is f of x less than or equal to g of x less than or equal to h of x എന്നായി. ഇനി സ്ക്വീസ് തിയറം അനുസരിച്ച് എന്താണ്? x tends to 0 ആകുമ്പോൾ മൈനസ് എക്സ് 0 പോകുന്നത്. അതായത് f of x 0 പോകും. എക്സും 0 പോകുന്നത്. ദാറ്റ് ഈസ് h of x 0 പോകുന്നത്. So which means the middle part also goes to 0. Middle part is sin x.
ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സും 0 തന്നെ. ഓക്കെ, ആ ഓക്കെ സാർ. സാർ അത് റിസൾട്ട് അല്ലേ അങ്ങനെയുള്ള? ഇത് റിസൾട്ടാണ്. ഇത് റിസൾട്ടാണ്. ഓക്കെ സാർ. അടുത്ത പറഞ്ഞോട്ടെ. ആ സാർ പറഞ്ഞോളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 cos x is 1. Okay, ഇത് 1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് കുറച്ച് എളുപ്പമാണ്. കുറച്ച് എളുപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഒരു പാർട്ട് അറിയാം, cos x is always less than or equal to 1 എന്ന് പറയും. ഓക്കെ, ഇത് ഓക്കെയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് cos x ന്റെ സീരീസ് എക്സ്പാൻഷൻ നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ് 1 minus x square by 2 factorial plus x raised to 4 by 4 factorial minus x raised to 6 by 6 factorial plus etc. Okay. ഇനി പെയർ വൈസ് എടുത്തു കഴിഞ്ഞാൽ x raised to 4 by 4 factorial minus x raised to 6 by 6 factorial ഇത് എപ്പോഴും പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യുന്നത് 1 minus x square by 2 factorial cos x ഉം കമ്പയർ ചെയ്യുമ്പോൾ ഈ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിനോടൊപ്പം കുറെ പോസിറ്റീവ് ടേംസ് കൂടെ കൂട്ടിയാലാണ് cos x കിട്ടുന്നത്. അപ്പൊ cos x ന്റെ വാല്യൂ എപ്പോൾ
ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. ഓക്കെ, എവിടം വരെ കേട്ടു? സർ ആ തുടക്കം മാത്രമേ കേട്ടുള്ളൂ. അത് എക്സ്പാൻഷൻ പറയുന്നിടം വരെ. ഓക്കെ ഓക്കെ, ഒന്നുകൂടെ പറയാം. ഞാനത് 2 വർഷം എക്സ്പ്ലെയിൻ ചെയ്തു. നെറ്റ് പോയതൊന്നും എന്റെ കമ്പ്യൂട്ടറും അറിഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല. ഓക്കെ, പറയാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 cos x is equal to 1 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതിനു വേണ്ടി നമുക്ക് ഓൾറെഡി അറിയാവുന്ന റിസൾട്ട് cos x ന്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് അറിയാവുന്ന റിസൾട്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് cos x ന്റെ എക്സ്പാൻഷൻ. cos x ന്റെ എക്സ്പാൻഷൻ ഈസ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് എക്സ് റൈസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 8 ബൈ 8 ഫാക്ടോറിയൽ മൈനസ് എക്സ് റൈസ് ടു 10 ബൈ 10 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതാണ് കോസിന്റെ എക്സ്പാൻഷൻ. നമുക്ക് വേണ്ടത് എക്സ് 0യുടെ അടുത്താകുമ്പോൾ ഉള്ള വാല്യൂസ് ആണ്. എക്സ് 0യുടെ അടുത്താകുമ്പോൾ ഈ വാല്യൂ എക്സ് റൈസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ ആണ് എക്സ് റൈസ് ടു 6 ബൈ 6 ഫാക്ടോറിയലിനെക്കാട്ടിലും വലുത്. കാരണം നമ്മൾ 0യുടെ അടുത്താകുമ്പോൾ വളരെ 0 സംതിങ് ആയിരിക്കും. അതിന്റെ പവേഴ്സ് കൂടുതൽ എടുക്കുമ്പോൾ നമ്പേഴ്സ് ചെറുതാകുകയാണ് ചെയ്യുന്നത്. സോ വിച്ച് മീൻസ് ഈ നമ്പർ, ഈ രണ്ടിന്റെ ഡിഫറൻസ് പോസിറ്റീവ് ആണ്, അടുത്തതിന്റെ ഡിഫറൻസും പോസിറ്റീവ് ആണ്, അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. സോ cos x ന്റെ വാല്യൂ എന്ന് വെച്ചാൽ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയലിനോടൊപ്പം കുറെ പോസിറ്റീവ് നമ്പേഴ്സ് കൂട്ടിയാൽ കിട്ടുന്നതാണ് cos x. ഓക്കെ, ഇനി നമ്മൾ cos x നെ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് മീൻസ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയലിനെക്കാട്ടിലും വലുതായിരിക്കും cos x. ക്ലിയർ? Yes, sir. Okay. So which means that എനിക്ക് എന്ത് എഴുതാം? 1 minus x square by 2 factorial is less than or equal to cos x which is less than or equal to 1 എന്ന് എഴുതാം. Okay, which is of the form f of x less than or equal to g of x which is less than or equal to h of x എന്നുള്ളത് ഫോർമുലയ്ക്കായി. Where f of x is 1 minus x square by 2 factorial. G of x is cos x and h of x is 1. Okay, so നമുക്ക് f of x less than or equal to g of x less than or equal to h of x എന്നുള്ളൊരു ഫോർമാറ്റിലായി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x tends to 0 ആകുമ്പോൾ f of x ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. So limit x tends to 0 f of x is limit x tends to 0 1 minus x square by 2 factorial. x ന് 0 കൊടുക്കുമ്പോൾ which is 1 minus 0 square by 2 factorial which is 1 എന്ന് തന്നെ കിട്ടും. അതുപോലെ തന്നെ limit x tends to 0 h of x is limit x tends to 0 1 which is actually 1 തന്നെയാണ്. So x 0 എടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 പോകുന്നു, റൈറ്റ് ഹാൻഡ് സൈഡും 1 പോകുന്നു, which means മിഡിൽ പാർട്ടും 1 പോകണം. That is limit x tends to 0 cos x is actually 1. Clear? ക്ലിയർ ആണ് സർ. ഓക്കെ, ഒരു ഇതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് 2 കാര്യോട് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് നിങ്ങൾ സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഈ 2 പ്രോബ്ലവും ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Limit x tends to 0 cos x minus 1 divided by x. ഓക്കെ, ഇതാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം cos x ന്റെ വാല്യൂ എപ്പോഴും 1-നെക്കാട്ടിലും ചെറുതാണ് cos x ന്റെ വാല്യൂ. Okay, so which means cos x minus 1 is less than or equal to 1 minus 1 which is 0.
So cos x minus 1 is less than or equal to 0. Okay. ഇനി നമുക്കറിയാം 1 minus x square by 2 factorial is less than or equal to cos x. രണ്ട് സൈഡിലും 1 സബ്ട്രാക്ട് ചെയ്യുന്നു. 1 minus x square by 2 factorial minus 1 is less than or equal to cos x minus 1. So 1 minus 1 is 0. That is minus x square by 2 factorial is less than or equal to cos x minus 1. Okay. So ഇതിൽ നിന്ന് നമുക്ക് എഴുതാം that is minus x square by 2 factorial less than or equal to cos x minus 1 less than or equal to 0. Clear ആണോ? അതെ സർ. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ എക്സ് പോസിറ്റീവ് ആണെന്നുള്ള ഒരു അസംഷൻ എടുക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ത്രൂഔട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡിങ് ത്രൂഔട്ട് ബൈ എക്സ്. ഓക്കെ. എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനിക്വാലിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ. അത് ഇനി എക്സ് നെഗറ്റീവ് എടുത്താലും ഇനിക്വാലിറ്റി റിവേഴ്സ് ആവും. വ്യത്യാസമാണ്. അപ്പൊ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ we get minus x square by 2 factorial വെച്ച 2 ആണ് into x less than or equal to cos x minus 1 divided by x less than or equal to 0 by x. Okay, which is x to x cancel ആക്കി കളയുമ്പോൾ minus x by 2 less than or equal to cos x minus 1 all divided by x less than or equal to 0. Okay. Now this is of the form f of x less than or equal to g of x less than or equal to h of x. Okay. ഇനി x tends to 0 ആകുമ്പോൾ limit x tends to 0 f of x, which is limit x tends to 0 minus x by 2 is actually 0 by 2, which is 0. So x tends to 0 ആകുമ്പോൾ ഇത് 0 പോകുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡ് ഓൾറെഡി 0 പോകുന്നത്, which means middle part എങ്ങോട്ട് തന്നെ പോകും 0. So which means that limit x tends to 0 cos x minus 1 divided by x is equal to 0. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കേണ്ട ഒരു പ്രോബ്ലം ആണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. ക്ലിയർ? Yes, sir. ഓക്കെ. ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ അതോടെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ പഠിച്ച ഒരു റിസൾട്ട് ആണ് ലിമിറ്റ് x tends to 0 sin x by x. Limit x tends to 0 sin x by. Okay. ഒരു പാർട്ട് ക്ലിയർ ആണ്. sin x is always less than or equal to x. Okay. So this is 1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് sin x by x is 1 എന്ന് കിട്ടും. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ sin x ന്റെ എക്സ്പാൻഷൻ ചെയ്തു. It is x minus x cube by 3 factorial plus x raised to 5 by 5 factorial minus x raised to 7 by 7 factorial plus etc. ഇതിനെ x minus x cube by 3 factorial plus bracket x raised to 5 by 5 factorial plus minus x raised to 7 by 7 factorial plus etc. ഇവിടെ നടക്ക് മൈനസ്. ഇനി എക്സ് 0യുടെ അടുത്താകുന്നു, കാരണം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണ് നമുക്ക് വേണ്ടത്. സോ അവർ എക്സ് ഷുഡ് ബി ഇൻ ദ നെയ്ബർഹുഡ് ഓഫ് 0. എക്സ് 0യുടെ അടുത്താകുമ്പോൾ പവേഴ്സ് കൂടുതലാകുമ്പോൾ നമ്പേഴ്സ് ചെറുതാകുക ചെയ്യും. സോ വിച്ച് മീൻസ് എക്സ് റൈസ് ടു 5 ആയിരിക്കും എക്സ് റൈസ് ടു 7-നെക്കാട്ടിലും വലുത്. ഇവിടെ ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സും ഇവിടെ വലുതും ഇവിടെ ചെറുതുമായതുകൊണ്ട് എക്സ് റൈസ് ടു 5 by 5 ഫാക്ടോറിയലാണ് എക്സ് റൈസ് ടു 7 by 7 ഫാക്ടോറിയലിനെക്കാട്ടിലും വലുത്. So which means ഇതൊരു പോസിറ്റീവ് നമ്പർ അല്ല.
അടുത്തതും സിമിലർലി ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. സോ സൈൻ എക്സ് എന്ന് വെച്ചാൽ എക്സ് മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയലിനോടൊപ്പം കുറെ പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതാണ് സൈൻ എക്സിന്റെ ആൻസർ. സോ വിച്ച് മീൻസ് ദാറ്റ് എക്സ് മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ്. ക്ലിയർ ആണോ? ഈ ആർഗ്യുമെന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഇത് രണ്ടും മതി. ദാറ്റ് ഈസ് ഇവിടുന്ന് എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ഈക്വൽ ടു എക്സ്. ത്രൂ ഔട്ട് ഡിവൈഡിങ് വിത്ത് എക്സ്. എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ബൈ എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു sin x by x less than or equal to x by x. Okay, ഇത്രയും കിട്ടി. ഈ x by x എന്നുള്ളത് 1 ആണ്. So this is actually 1 minus x to x cancel ആയി കളയുമ്പോൾ x square by 3 factorial less than or equal to sin x by x less than or equal to 1. This is f of x. This is g of x and this is h of x. The limit x tends to 0, f of x is limit x tends to 0, 1 minus x cube by, sorry, x square by 3 factorial. X ne 0 ഇട്ട് കൊടുക്കുമ്പോൾ which is 1 minus 0 square by 3 factorial, which is 1. Right hand side നോക്കണ്ട, 1 കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ലിമിറ്റ് 1 തന്നെയാണ്. സോ ആസ് x tends to 0, f of x 1 പോകും, h of x 1 പോകും, which implies that the middle part also goes to 1 by squeeze theorem. So by squeeze theorem, limit x tends to 0, sin x by x is equal to 1. Okay. Doubts ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ രണ്ട് ക്വസ്റ്റ്യൻ മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് കാണും. സോ പ്ലീസ് സ്റ്റഡി. നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ട് പഠിച്ചിരുന്നേ പറ്റത്തുള്ളൂ ഈ രണ്ട് ക്വസ്റ്റ്യൻ. Do you have any doubts? സർ, ഈ സൈൻ എക്സിന് നമുക്ക് -1 ലെസ് ദാൻ സൈൻ എക്സ് ലെസ് ദാൻ 1 എന്ന് എഴുതിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡ് എന്താ കിട്ടുന്നത്? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ സൈൻ എക്സ് ബൈ എക്സ് എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? -1 ബൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ബൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ എക്സ് ആണോ? അപ്പൊ എക്സ് ടെൻസ് ടു 0, 1 ബൈ എക്സിന് ലിമിറ്റ് ഇല്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ആ പരിപാടി നോക്കുന്നത്. ഓക്കെ, ചോദിച്ചത് നന്നായി. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചോദിക്കുക കേട്ടോ. മുമ്പേ ചോദിച്ചുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അത് പഠിക്കുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത്ര അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 1 വരുന്ന രീതിയിൽ കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ സീരീസ് ഒക്കെ പോയി നോക്കിയിട്ട് ഈ റിസൾട്ട് കണ്ടെത്താൻ നോക്കിയത്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു റിസൾട്ട് ആണ്. ഇങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ -1 നമുക്ക് കിട്ടേണ്ട ആൻസറിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അതാണ് മെത്തേഡ്. നമുക്ക് 1 കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത്. ഓക്കെ, വേറെ 0 കിട്ടാൻ വേണ്ടി നമ്മൾ -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു sin x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്ന് എടുക്കാം. അവിടെ x കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു sin x by x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നേ കിട്ടത്തുള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം കിട്ടത്തില്ല. ഓക്കെ, നമുക്ക് കാണാം, നമുക്ക് ഇങ്ങനെ റിസൾട്ട് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു sin x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. ഇവിടെ നമുക്ക് x1 ഡിവൈഡ് ചെയ്താൽ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു sin x by x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നേ കിട്ടത്തുള്ളൂ. ഇവിടെ ലെഫ്റ്റും റൈറ്റും ലിമിറ്റ് എന്തല്ല, സെയിം അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തത്. ഓക്കെ,
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് ഐ വിൽ ഫിനിഷ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ലെങ്തി ആയി പോയെന്ന് തോന്നുന്നു. ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ബട്ട് എനിക്ക് തീർക്കണം. എനിക്ക് പെട്ടെന്ന് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച കൊണ്ട് ഐ വാണ്ട് ടു ഫിനിഷ് ദിസ്. എനിക്ക് അതിന്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ ചെറിയൊരു സെക്ഷനും കൂടെ എടുക്കാറുണ്ട്. സോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് ഐ വിൽ ഫിനിഷ്. സർ ലക്ഷ്മി എന്നോട് പറയാൻ ചോദിച്ചിട്ടുണ്ട്. ലക്ഷ്മി ഏതാണ് ലക്ഷ്മി?